ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ടു വേ സ്വിച്ച് ഉപയോഗിച്ചിട്ട് രണ്ട് ബൾബിനെ എങ്ങനെ കണക്ഷൻ കൊടുക്കാം, രണ്ട് ബൾബ് എങ്ങനെ ഉപയോഗിക്കാം എന്നാണ്. ഇത് ജസ്റ്റ് ഒരു ടു വേ സ്വിച്ചിൻ്റെ വർക്കിംഗ് കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടിയും, പിന്നെ അതുപോലെ തന്നെ രണ്ട് ലൈറ്റും ഒരേ സമയത്ത് ഓണാക്കാൻ പറ്റില്ല, ഇതിൻ്റെ ഒരു ഡ്രോബാക്സ് ആണ്. ഇതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ഇത് ടു വേ സ്വിച്ചാണ്. ടു വേ സ്വിച്ചിന് 3 പോളുകളാണ് ഉള്ളത്. മോഡുലാർ ടൈപ്പ്, അതായത് മോഡേൺ ടൈപ്പ്, പുതിയ ടൈപ്പ് സ്വിച്ചുകളാണെങ്കിൽ ടു വേ കണക്ഷൻ്റെ സെൻട്രൽ പോൾ ടു സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് സെൻട്രൽ പോൾ ടു മുകളിലേക്കാണ് കണക്ഷൻ വരുന്നത്. സ്വിച്ച് ഓഫ് ചെയ്ത് കിടക്കുന്ന അവസ്ഥയിൽ സെൻട്രൽ പോളിൽ നിന്ന് താഴത്തെ പോളിലേക്കാണ് കണക്ഷൻ ഉള്ളത്. ഇതിപ്പോൾ നമ്മൾ 2 ബൾബ് കൊടുത്തു ഓൾറെഡി, ജസ്റ്റ് ഒരു ചെക്കിങ്ങിന് വേണ്ടിയിട്ട്. ഫസ്റ്റ് ബൾബ്, രണ്ടാമത്തെ ബൾബ് ഇനി കൊടുത്തു. ഇനി 2 ബൾബിൻ്റെ ന്യൂട്രലുകൾ തമ്മിലൊന്ന് ലിങ്ക് ചെയ്യാം. ഒന്നാമത്തെ ബൾബിൻ്റെ ന്യൂട്രും രണ്ടാമത്തെ ബൾബിൻ്റെ ന്യൂട്രും തമ്മിൽ ലിങ്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡി ബിയിൽ നിന്നാണ് കണക്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഡി ബിയിലേക്ക്, അല്ലെങ്കിൽ ഡി ബിയിൽ നിന്ന് സർക്യൂട്ടിലേക്ക് ആ ന്യൂട്രലിലേക്ക് കണക്ട് ചെയ്യുക. ന്യൂട്രലിലേക്ക് നമ്മൾ കണക്ട് 230 വോൾട്ടിൻ്റെ വോൾട്ടേജാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ഫേസാണ് ഇനി സ്വിച്ചുകൾ വഴി കൺട്രോൾ ചെയ്യുന്നത്. ഫേസ് 230 വോൾട്ടേജ്. ഇനി കൊടുക്കേണ്ടത് ആ ടു വേ സ്വിച്ചിൻ്റെ സെൻട്രൽ പോളിൽ നിന്നും നമ്മൾ ഫേസ് 230 വോൾട്ടേജ്, അതായത് ടെസ്റ്റർ കുത്തി തെളിയുന്ന ആ പോയിൻ്റാണ് ഫേസായിട്ട് നമ്മൾ എടുക്കുന്നത്. അത് നമ്മൾ ഓൾറെഡി ടു വേ സ്വിച്ചിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ കൊടുക്കുക. ഇനി നമ്മൾ നോക്കേണ്ടത് സ്വിച്ച്, അതായത് ഫസ്റ്റ് ബൾബിൻ്റെ നമ്മൾ കൊടുക്കുമ്പോൾ ആ മുകളിൽ നിന്നുള്ള പോളിൽ നിന്നും ബൾബിലേക്ക് കണക്ട് ചെയ്തു. ഇനി നമ്മൾ രണ്ടാമത്തെ സ്വിച്ചിൻ്റെ അതായത് ബൾബിലേക്ക് നമ്മൾ ഏറ്റവും താഴെയുള്ള ടു വേ സ്വിച്ചിൻ്റെ കണക്ഷനിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. ഇപ്പോൾ കണക്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു, അതായത് ന്യൂട്രൽ രണ്ടിലും കിട്ടിക്കഴിഞ്ഞു. ഇനി ഫേസ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്തിട്ടാണ്, സ്വിച്ച് വഴി കൺട്രോൾ ചെയ്തിട്ടാണ് വരുന്നത്. അതൊരു വൺ വേ, അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2 വൺ വേ സ്വിച്ച് വർക്ക് ചെയ്യുന്ന പോലെയായിട്ടാണ് ഈ ടു വേ സ്വിച്ച് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡ്രോബാക്സ്, അതായത് ഒരു സമയത്ത്, അതായത് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും, സ്വിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഒരു പൊസിഷനിലേ വീഴുള്ളൂ. അപ്പോൾ ആ സ്ഥലത്തേക്കുള്ള ലൈറ്റ് മാത്രം യൂസ് ചെയ്യുന്നതിനുള്ള ഏരിയകളിലാണ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, ഫസ്റ്റ് ബൾബിൻ്റെ സെൻട്രൽ പോളിൽ നിന്ന് ഓൺ ചെയ്യുന്ന സമയത്ത് സെൻട്രൽ പോളിൽ നിന്നും മുകളിലേക്കുള്ള കണക്ഷൻ വന്ന് ഫസ്റ്റ് ബൾബ് വർക്ക് ചെയ്യുന്നു. പിന്നെ നമ്മൾ ആ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ ടു വേ സ്വിച്ചിലേക്കുള്ള കണക്ഷൻ വരുന്നു. അതായത് ഫുൾ ടൈം ഏതെങ്കിലും ഒരു ബൾബ് തെളിഞ്ഞ് കിട്ടണമെന്ന ആഗ്രഹം ഉള്ള സമയത്താണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് പെട്ടെന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ബൾബ് ഫുൾ ടൈം തെളിഞ്ഞ് കിടക്കണം, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈ ടു വേ സ്വിച്ച് ഉപയോഗിച്ച് വർക്ക് ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ ആ രണ്ട് ഏതെങ്കിലും ഒരു സ്ഥലം മാറി ഉപയോഗിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ, 2 ബൾബ് ഒന്നിച്ച് ഉപയോഗിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതാണ് അതിൻ്റെ ഡ്രോബാക്സ് വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതൊരു ടു വേ സ്വിച്ചിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്നും കൂടി കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോഡുലാർ ടൈപ്പ് സ്വിച്ചുകൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അതിൻ്റെ ഓൺ പൊസിഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, സെൻട്രലിൽ നിന്ന് മുകളിലേക്കാണ് കണക്ഷൻ കിട്ടുന്നത്. ആ സ്വിച്ച് ഓഫ് കിടക്കുന്ന അവസ്ഥയിൽ സെൻട്രൽ പോളിൽ നിന്ന് താഴത്തെ പോളിലേക്കാണ് കണക്ഷൻ കിട്ടുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ഉപകാരപ്പെടുന്ന ആളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.